ഹലോ നമസ്കാരം. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അറിയപ്പെടുന്ന മാന്യനായ ഒരു യൂട്യൂബറില്ലേ സഞ്ജു ടെക്കി. അദ്ദേഹത്തിന് ഒരു 8ന്റെ പണിയിട്ടിരിക്കുന്നു. 8ന്റെ പണി. അഹങ്കാരം പാടില്ല, അഹങ്കാരം. കാരണം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് കുറേ വീഡിയോസ് എടുക്കാൻ നോക്കിയായിരുന്നു. ആദ്യമൊക്കെ അവരങ്ങനെ ക്ഷമിച്ച് തള്ളി. പിന്നെ ഒരുപാട് കയറി ചൊറിയാൻ നോക്കിയപ്പോൾ തിരിച്ചൊരു പണിയാണ് കൊടുത്തത്. ഇപ്പം ആജീവനാന്ത വിലക്ക് നല്ല പണിയാണ്. കുറച്ചൊക്കെ അഹങ്കാരമാ. ഒരുപാട് പണം കയ്യിൽ വന്ന് ചേരുമ്പോഴേ വന്ന വഴി നമ്മൾ മറക്കാൻ നിൽക്കരുത്. അത് മാത്രമല്ല, നീ വെല്ലുവിളിച്ചാക്കണ MBDനെ വേറെ ആരെയും കണ്ടില്ല. നീ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയാണ്. നിസ്സാരക്കാര്യമൊന്നുമല്ല. ആജീവനാന്ത വിലക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈസൻസ് കുറച്ചൊക്കെ ആവാം, അധികം ആയിക്കഴിഞ്ഞാൽ 8ന്റെ പണി തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഈ നിയമങ്ങളൊക്കെ കാറ്റിപ്പുറത്താം. പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കാന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതങ്ങനെ മാറ്റി വെച്ചേക്ക് കേട്ടോ. അപ്പോൾ യൂട്യൂബറൊക്കെ ആയിക്കോ, ഓരോ നിയമങ്ങൾ അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ കുറേ വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടത് നിയമങ്ങളൊക്കെ അംഗീകരിക്കാത്ത രീതിയിൽ ഒത്തിരി വീഡിയോസ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ പണി 8ന്റെ പണി തന്നെ പാലും വെള്ളത്തിലാണ് മോനെ. ഇതൊക്കെ വെച്ച് നോക്കണേ ഗണേഷ് കുമാർ സാർ പറഞ്ഞ 100% ശരിയല്ലേ? നിനക്ക് നിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിതാ പോരെ? എന്ത് കാര്യമുണ്ട് റോട്ടിൽ കിടന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? കാറിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂൾ പണിതിട്ട് അത് എല്ലാവരും നെഞ്ചത്ത് കയറിയിട്ട് വേണം ഇനി അതിന് പ്രശ്നം ഉണ്ടാക്കാൻ. എന്ത് കാര്യമുണ്ടോ മോനെ? അത്രയും കാശ് ഉണ്ടെന്ന് ആൾക്കാരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് കുടുംബത്തിലുണ്ടാക്കിയാൽ പോരെ ഈ സ്വിമ്മിംഗ് പൂൾ. നാട്ടുകാരെ വെറുപ്പിക്കണോ? ഇപ്പം എന്തായി?